പേരിന്റെ ശബ്ദവും കാതുകൊടുത്തുകൊണ്ട് സുഹൃത്തുക്കളെ, ആ തേരിൽ ഇരിക്കുന്ന സ്ത്രീയാണ് ദുഷള. മഹാഭാരതത്തിലെ ദുഷള. കുന്തിയല്ല ഇവൾ ഗാന്ധാരിയല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. കുന്തിയല്ല ഇവൾ ഗാന്ധാരിയല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. വിശ്വസാഹിത്യത്തിൽ പേരിട്ടു നിൽക്കുന്നൊരുദ്ധപുത്രി ദുഃഖപുത്രി. കുഞ്ഞിയല്ല ഇവൾ ഗാന്ധാരി അല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. മഹാഭാരത കഥയിൽ ഒട്ടനവധി സ്ത്രീ കഥാപാത്രങ്ങളുണ്ടല്ലോ. കണ്ണുണ്ടായിരുന്നിട്ടും ജീവിതാവസാനം വരെ കാണാൻ കഴിയാതിരുന്ന ഗാന്ധാരിയും, നാളുണ്ടായിരുന്നിട്ടും മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ മരിച്ച കുന്തി ദേവിയും. രാജസഭയിൽ വെച്ച് ഒരന്യൻ തന്റെ ഉൾധുനി പിടിച്ചടിച്ചപ്പോൾ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാതിരുന്ന പാഞ്ചാലിയുമെല്ലാം ശക്തരായ കഥാപാത്രങ്ങളാണ്. എന്നാൽ ഇവരെക്കാളൊക്കെ വേദന കടിച്ചമർത്തി എല്ലാ സുഖസൗകര്യങ്ങളും കാറ്റിപ്പുറത്തി ജീവിതത്തിന്റെ നിലവിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിലകൊണ്ട ഒരു സ്ത്രീ കഥാപാത്രമാണ് ദുഷള. കുന്തിയല്ല ഇവൾ ഗാന്ധാരിയല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. കുന്തിയല്ല ഇവൾ ഗാന്ധാരിയല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. വിശ്വസാഹിത്യത്തിൽ പേരിട്ടു നിൽക്കുന്നൊരുദ്ധപുത്രി ഇവകാശന്റെ ആരോമൽ ദുഃഖപുത്രി. ഇവകാശന്റെ ആരോമൽ ദുഃഖപുത്രി. കുന്തിയല്ല ഇവൾ ഗാന്ധാരി അല്ല, അഞ്ചുപേത്താലോലിച്ച പാഞ്ചാലിയല്ല. ഹസ്തബലം രാജകൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു ചെമ്പക മരത്തിന് ചുറ്റും കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കുട്ടികൾ എന്ന് വെച്ചാൽ 5-10 100-106 കുട്ടികളുണ്ട്. അവർ വെറുതെ കളിക്കുകയല്ല, അവർ കണ്ണാൽ പൊത്തി കളിക്കുകയാണ്. ഒരു ചെമ്പകപ്പൂമരച്ചോട്ടിൽ മലത്തുമ്പികൾ പാടുന്ന പാട്ടിൽ, ചെമ്പകപ്പൂമരച്ചോട്ടിൽ മലത്തുമ്പികൾ പാടുന്ന പാട്ടിൽ, കണ്ണാരം കുത്തി കളിക്കുന്ന കുട്ടികൾ, അന്നാരം പുന്നാരം പൂമൊട്ടുകൾ. കണ്ണാരം കുത്തി കളിക്കുന്ന കുട്ടികൾ, അന്നാരം പുന്നാരം പൂമൊട്ടുകൾ. ഒരു ചെമ്പകപ്പൂമരച്ചോട്ടിൽ മലത്തുമ്പികൾ പാടുന്ന പാട്ടിൽ. 106 കുട്ടികളെന്ന് പറഞ്ഞില്ലേ? 2 അമ്മയുടെ മക്കളും. ഗാന്ധാരിയുടെ മക്കൾ 101 കുട്ടികളും, കുന്തിയുടെ മക്കൾ 5 പേരും. ഇത്തരം കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കും, 2 അമ്മമാർക്ക് ഇത്തരം കുട്ടികളോ? അക്കാലത്ത് അങ്ങനെയായിരുന്നു. കൂടുതൽ കുട്ടികളുള്ള, കൂടുതൽ മക്കളുള്ള അമ്മമാരാണ് അന്ന് സമൂഹം മാനിച്ചുകൊണ്ടിരുന്നത്. അവരെയാണ് വില കൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ 106 കുട്ടികളെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരാളാണ് നമ്മുടെ കഥാനായിക ദുഷള. അപ്പൊ ദുഷളയുടെ ജനനം അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അതല്ലേ നല്ലത്? എന്താ, സുബല രാജാവിന്റെ മകളും ശകുനിയുടെ പെങ്ങളുമാണ് ഈ ഗാന്ധാരി. ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന അന്ധൻ ഒരു രാജാവ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഈ ഗാന്ധാരി. ഒരു ദിവസം വിശന്ന് വലഞ്ഞ് ക്ഷീണിതനായിട്ട് ഒരു സന്യാസി കൊട്ടാരത്തിലേക്ക് കയറി വന്നു. വേദവ്യാസ മഹർഷി. സ്വാമി വന്നാലും ഇരുന്നിട്ട്, ഗാന്ധാരി നിനക്ക് സുഖം തന്നെയല്ലേ? അതെ സ്വാമി, സുഖം തന്നെയാണ്. ഗാന്ധാരി വേണ്ടതുപോലെ
വ്യാസനെ സൽക്കരിച്ചു, സ്വീകരിച്ചു. അതിന് സന്തുഷ്ടനായ വ്യാസൻ ഗാന്ധാരി വിളിച്ച് ഒരു വരം കൊടുത്തു. അക്കാലത്ത് അങ്ങനെയാണല്ലോ, വരം കൊടുക്കും. സ്വാമിമാരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ വരം ഇരിക്കുക. ഒരു ബാഗ് കാണും, ഒരു സഞ്ചി, അതിൽ മുഴുവനുള്ളതാണ് ഉള്ളത്. ഒന്നും വരം, നിനക്ക് ഇന്നത് ഭവിക്കട്ടെ, ഇന്നത് ഭവിച്ചു, ആ വരം കൊടുക്കുക. രണ്ടാമത്തുള്ളതിൽ ശാപമാണ്, ശപിച്ചു കളയുക. അല്ലെന്താ മൂന്നാമതുള്ളതിൽ ശാപമോക്ഷം. നമ്മുടെ ചില വീടുകളിലൊക്കെ ശപിക്കുന്ന അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അവരും കാലമാണോ നിന്നെ ഇങ്ങനെ പറഞ്ഞ് ശപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഈ സന്യാസിമാരുടെ കയ്യിലും ഇങ്ങനെ ശാപവും വരവും ഒക്കെ ഉണ്ട്. ഇവിടെ വ്യാസമഹർഷി പറഞ്ഞെന്തറിയോ, ഗാന്ധാരി നിനക്ക് ധൃതരാഷ്ട്രത്തെ പോലെ ശക്തരായ 100 പുത്രന്മാർ ജനിക്കട്ടെ. സന്യാസി പോയി. യഥാസമയത്ത് തന്നെ ഗാന്ധാരി ഗർഭിണിയായി. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഗാന്ധാരി പ്രസവിച്ചില്ല. നോക്കണം, 2 വർഷം വരെ ഗർഭം പോലും നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമല്ലേ? അന്ന് സത്യമുള്ള കാലമായിരുന്നല്ലോ. മഹാഭാരതത്തിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ജഡ്ജിമാരൊക്കെ സൂക്ഷിച്ചോളം 2 വർഷം വരെ ഇനി അങ്ങനെ നടക്കേണ്ടി വരും. വ്യാസം പോയി, 2 വർഷവും ഗർഭം പോയി നടന്നു. ഇതിനിടയിൽ കുന്തിദേവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച വിവരം ഗാന്ധാരി എങ്ങനെയോ അറിഞ്ഞു. കോപവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ഗാന്ധാരി പെട്ടെന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് ആഞ്ഞടിച്ചു. ഒരു മാംസപിണ്ഡം പുറത്തു വന്നു. താൻ പ്രസവിച്ചത് നിർജീവമായ ഒരു മാംസപിണ്ഡമാണ് എന്ന് ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു പോയി. ആ മാംസപിണ്ഡത്തെ എടുത്ത് കളയുവാൻ ഒരു പരിചാരിയോട് പറഞ്ഞു. പരിചാരിക മാംസപിണ്ഡമായി പുറത്തേക്ക് വരുമ്പോൾ വ്യാസമഹർഷി പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധാരി, നീ എന്താണ് ചെയ്തത്? നിനക്ക് കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നില്ലേ? സ്വാമി, എന്നോട് ക്ഷമിക്കണം സ്വാമി. കുന്തി ഒരാൺകുട്ടിയെ പ്രസവിച്ചു നടന്ന് ഞാൻ പെട്ടെന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി എന്റെ വയറ്റിൽ ആഞ്ഞടിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം സ്വാമി. ഗാന്ധാരി, നീ ചെയ്യുന്നത് വളരെ അവിവേകമായി പോയി. എങ്കിലും വ്യാസന്റെ വാക്കുകൾ ഒരിക്കലും പാഴാകില്ല ഗാന്ധാരി. എത്രയും പെട്ടെന്ന് 100 നെയ്ക്കുടങ്ങൾ നീ ഒരു മുറിയിൽ തയ്യാറാക്കാൻ പറയൂ. പെട്ടെന്ന് 100 നെയ്ക്കുടങ്ങൾ വരുത്തി. വ്യാസൻ ആ മാംസപിണ്ഡത്തെടുത്തു, ശുദ്ധ ജലത്തെളിച്ചു, എന്റെ മന്ത്രം ജപിച്ചു. മാംസപിണ്ഡത്തെ 100 ഭാഗിച്ചു, 100 കുടങ്ങളിലാക്കി. ഒരു ചെറിയ കഷ്ണം വന്നു. അത് മറ്റൊരു കുടം വരുത്തി അതിൽ നിക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗാന്ധാരി, ഈ അവസാനം വന്ന ഈ ചെറിയ കഷ്ണമുണ്ടല്ലോ, നിനക്ക് ഒരു പെൺകുഞ്ഞായി ഭവിക്കും. വ്യാസൻ ഹിമാലയത്തിലേക്ക് പോയി തപസ്സനായിട്ട്. യഥാസമയം തന്നെ വ്യാസൻ പറഞ്ഞതുപോലെ ആദ്യ കുടം പൊട്ടി. ആദ്യ പുത്രൻ പറഞ്ഞു ദുര്യോധനൻ. പെട്ടെന്ന് അന്തരീക്ഷം മാറി. കാത്തിരിക്കുന്നു, നമ്മുടെ തോർക്കമയുന്നു, ഇനിയും നിങ്ങളെ തോർക്കുന്നു. ഏതോ വിനാശത്തിന്റെ വിഷമിത്ത് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു വംശത്തിന്റെ വിനാശമിത്താണ് രൂപപ്പെട്ടത്. അതിനുശേഷം ബാക്കിയുള്ള കുടങ്ങളെല്ലാം പൊട്ടി. എല്ലാം 100 പുത്രന്മാർ ജനിച്ചു. അവസാനത്തെ കുടം പൊട്ടിപ്പിളർന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവളാണ് ദുശ്ശള. 105 ആംഗ്ലമാർക്ക് കൂടി ഒരു പെങ്ങൾ. ഗാന്ധാരിക്ക് ഒരേ ഒരു മകൾ. ഹസ്തനപുരം രാജകൊട്ടാരത്തില് സ്വന്തമെന്ന് അഭിമാനിക്കാവുന്ന ഒരു പെൺകുട്ടി ദുശ്ശള. 5 കൂടി ആത്മത്തെടുത്തൊരു കൊച്ചുപെങ്ങൾ. 5 കൂടി ആത്മത്തെടുത്തൊരു കൊച്ചുപെങ്ങൾ. വാത്സല്യധാമമായി വലിയേട്ടന്മാരുടെ ആശാഭിലാഷമാക്കുന്ന പെങ്ങൾ. വാത്സല്യധാമമായി വലിയേട്ടന്മാരുടെ ആശാഭിലാഷമായി തീർന്ന പെങ്ങൾ. 5 കൂടി ആത്മത്തെടുത്തൊരു കൊച്ചുപെങ്ങൾ. ഈ ദുശ്ശളയാണ് ആ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവരിൽ ഏറ്റവും മൂത്ത ആള്
ധർമ്മപുത്രൻ വളരെ ശാന്തനാണ്. പക്ഷെ രണ്ടാമത്തവൻ ഭീമസേനൻ വരുന്ന കണ്ടില്ലേ, ഒരു ആനയുടെ വലിപ്പമുണ്ട്, 5000 ആനകളുടെ ബലമുണ്ട്. ഭീമൻ കൊച്ചു പെണ്ണുകളെ കളിപ്പിക്കുന്ന എങ്ങനെ അറിയോ? സാധാരണ ആളുകൾ കളിപ്പിക്കുന്ന പോലെയല്ല. ഈ ദുഷളെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും, വട്ടം കറക്കും, എന്നിട്ട് മുകളിലേക്ക് ഒരേറാം. കുഞ്ഞു പാവം കറങ്ങി 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 താഴോട്ട് വരുമ്പോ ഭീമൻ 2 കൈയും നീട്ടി പിടിക്കും, എന്നിട്ട് വാരി എടുത്ത് ഉമ്മ കൊടുത്ത് താഴെ നിർത്തും. എന്നിട്ട് ഒരു ഓട്ടമാണ് അടുക്കളയിലേക്ക്. അതായത് വലിയ വിശപ്പാ, അടുക്കളയിലോട്ട് ഓടും. ഇതുപോലെ തന്നെയാണ് ദുശാസനനും. കൗരവന്മാരിൽ രണ്ടാമത്തവൻ ദുശാസനനും ഇതേ പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് ദുഷള അവരെ 2 പേരെ പേരിട്ടിരിക്കുന്നത് തടിമാടൻ ചേട്ടന്മാർ എന്നാണ്. നല്ലതും സഹദേവനും വളരെ ശാന്തനാണ്. ദുഷളയുടെ കാലോ കയ്യൊക്കെ മുറിയുമ്പോൾ മരുന്ന് പുരട്ടി കൊടുക്കുന്നത് അവരാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദുഷളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹോദരനുണ്ട്, അർജുനൻ. അർജുനും അതുപോലെയാണോ? ദുഷള എന്ന് പറഞ്ഞ ജീവനാണ്. ദുഷളയുടെ കാലിലങ്ങളിൽ മുള്ളു കൊണ്ടാൽ വേദനിക്കുന്നത് അർജുനാണ്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അളവ് അത്രയ്ക്ക് വലുതാണ്. അവർ വിളിക്കുന്നത് പാർത്ഥേട്ടൻ എന്നാണ്. ഒരു പാവമാണ് ആ ചേട്ടൻ, അവൾക്ക് പ്രാണനാണ്. പാർത്ഥേട്ടൻ ഒരു പാവമാണ് ആ ചേട്ടൻ, അവൾക്ക് പ്രാണനാണ്. ആര് നോവിച്ചാലും നീരസം പറഞ്ഞാലും ഓടി വരുന്നതാദ്യം അവനാണ്. ആര് നോവിച്ചാലും നീരസം പറഞ്ഞാലും ഓടി വരുന്നതാദ്യം അവനാണ്. പാർത്ഥേട്ടൻ ഒരു പാവമാണ് ആ ചേട്ടൻ, അവൾക്ക് പ്രാണനാണ്. ഈ വിഷയ ഹസ്തബലം രാജകൊട്ടാരത്തിൽ കണ്ണിലുള്ളിയായി വളരുകയാണ്. ഈ സമയത്താണ് ദ്രോണർ ഹസ്തബലം രാജകൊട്ടാരത്തിലേക്ക് വന്നത്. മകനും ഭാര്യയുമൊത്ത് അലഞ്ഞു തിരിഞ്ഞ് ദ്രോണർ വന്നു. ഭരദ്വാജ മഹർഷിയുടെ മകനാണല്ലോ ദ്രോണർ. അദ്ദേഹം ഹസ്തബലത്തിൽ വന്നപ്പോൾ ഭീഷ്മാചാര്യർ ഇറങ്ങി വന്ന് സ്വീകരിച്ചു. ദ്രോണർ അസ്ത്രവിദ്യയിൽ മിടുക്കനാണ്.